ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓണം വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര റിലാക്സ് ആയി ഹാപ്പി ആയിരിക്കും. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഓണം എക്സാമിന് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ ചില കുട്ടികൾക്കൊന്നും ഓണം എക്സാമിന് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓണം എക്സാമിന് അത്ര സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ അധ്യയന വർഷത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുണ്ട്. ഒരുപാട് എക്സാമുകൾ നമുക്ക് മുന്നിൽ വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനിയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഇനിയാണ് നമ്മുടെ മുന്നിൽ ഒരു പ്രധാന പരീക്ഷ വരാനിരിക്കുന്നത്, നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പോൾ കുറച്ച് മാസങ്ങൾ കൂടിയേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഡിസംബർ 2nd വീക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്മസ് എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മൊത്തം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ ഏകദേശം 70% ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്, പഠിച്ച് തീർക്കാനായിട്ടുണ്ട്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഇപ്പോൾ നമ്മൾ ഓണം എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്. കാരണം ഇനി ഒരുപാട് ഇവൻറ്റുകൾ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈലം കൊമേഴ്സിന്റെ യുവ ബാച്ചിൽ ക്രിസ്മസ് എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ വളരെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള തന്നെയാണ് നമ്മുടെ യുവ ബാച്ചിലെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുവ ബാച്ചിലും നമുക്ക് ഓണം അവധി വരുന്നുണ്ട്. സെപ്റ്റംബർ 3, 4, 5 തീയതികളിൽ നമുക്ക് ഓണാവധി ഉണ്ടാകും. അത് കഴിയുമ്പോൾ ക്ലാസ്സുകൾ വീണ്ടും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ യുവ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഓണം എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ആരും നിരാശരായിരിക്കരുത്. ഇനി വരുന്ന എക്സാമുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്.